ഭരണാധികാരികൾ സ്വയം വിമർശനത്തിന് വിധേയരാകണം. സ്വന്തം തെറ്റുകൾ കാണാതെ ഭരണാധികാരികൾ 75 വർഷം മുൻപുള്ളവരെ വിമർശിക്കുന്നു. തുഷാർ ഗാന്ധി. അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷും IQACയും ചേർന്ന് സംഘടിപ്പിച്ച സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും സ്വയം വിമർശനത്തിന് തയ്യാറാവുകയും സമരസപ്പെടുകയും ചെയ്യുന്ന വലിയ മാതൃകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്തിന് നൽകിയത്. ഗാന്ധിജിയുടെ വാക്കുകൾ ജീവിതാവസാനം വരെ പാലിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഇത്തരം നേതാക്കന്മാരുടെ വലിയ പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളത്. എന്നാൽ സ്വന്തം തെറ്റുകൾ കാണാതെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ കുറ്റപ്പെടുത്തുന്ന ഭരണാധികാരികളാണ് ചരിത്രത്തെ വിമർശിക്കുവാൻ എളുപ്പമാണെന്നും ചരിത്രം സൃഷ്ടിക്കുക ശ്രമകരമാണെന്നും മഹാത്മാഗാന്ധിയുടെ പൗത്രനും ഗ്രന്ഥകാരനുമായ തുഷാർ ഗാന്ധി പറഞ്ഞു. So it is true that when on social media you read that Sardar Patel got 20 votes and Nehru got only 1 vote in that election. But the tradition in the Congress was also that finally the AICC would select the leader. And till then, it used to always happen that they would come to Bapu and said, out of these people, please select one to become the president of the Congress. To serve as the president of Congress for too long. So we would like to give him this position of the president of the Congress as a thanksgiving thing for his long service to the party and ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആശയപരമായി വിയോജിപ്പുണ്ടായിരുന്നിട്ടും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ പട്ടേൽ തയ്യാറായി. പിന്നീട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് സത്യാഗ്രഹം നിർണായകമായ വഴിത്തിരിവായി മാറിയെന്നും തുഷാർ ഗാന്ധി ഓർമ്മിപ്പിച്ചു. അരുവിത്തറ സെന്റ് ജോർജസ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷും IQACയും ചേർന്ന് സംഘടിപ്പിച്ച സെമിനാറിൽ സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിയും ഗാന്ധിയൻ സത്യാഗ്രഹവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ വിവിധ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. കോളേജ് മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ CB ജോസഫ്, കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, IQAC കോർഡിനേറ്റർ ഡോക്ടർ സുമേഷ് ജോർജ് എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. i4A ന്യൂസ്, പാലാ.